ഇങ്ങനെ പിന്നെങ്ങനെ. നമസ്കാരം. ഇങ്ങനെ പിന്നെ എങ്കിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ വീഡിയോ ചെയ്തിട്ട് കുറച്ച് നാളായി. ഇപ്പൊ എവിടെ നോക്കിയാലും ട്രംപിന് നോബൽ പ്രൈസ് വേണമെന്നുള്ള വാർത്തയാണ്. അതിനുവേണ്ടി പുള്ളി പരമാവധി ശ്രമിക്കുന്നുണ്ട്. എന്തൊക്കെയാ പുള്ളി കാട്ടിക്കൂട്ടുന്നത്? ഇതിപ്പോ തുടങ്ങിയതാണോ? അല്ല, ഫസ്റ്റ് ടൈമിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. 2016 പുള്ളി പ്രസിഡന്റ് ആയിട്ട് വരുമ്പോ ആ 4 കൊല്ലം റൊണാൾഡ് റേഗന് ശേഷം ഒരു പുതിയ യുദ്ധം സ്റ്റാർട്ട് ചെയ്ത പ്രസിഡന്റ് അയാള്. മറ്റത് എല്ലാ അമേരിക്കൻ പ്രസിഡന്റ്സും ഇൻക്ലൂഡിങ് ഒബാമ വരെ പുതിയൊരു യുദ്ധം പോയി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ട്രംപ് പുതിയ യുദ്ധം സ്റ്റാർട്ട് ചെയ്തില്ല എന്ന് മാത്രമല്ല, ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും യുദ്ധം നിർത്താൻ നോക്കി. നിങ്ങൾ വീഡിയോ കണ്ടു നോക്കൂ. Well, despite warnings about the potential danger, President Trump is pulling troops out of Afghanistan and Iraq. And I'm here today to update you on President Trump's plan to bring the wars in Afghanistan and Iraq to a successful and responsible conclusion and to bring our brave service members home. കണ്ടില്ലേ, ആൾക്കാരുടെ എല്ലാ ഉപദേശത്തിനും എതിരായിട്ട് പുള്ളി അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഇറാഖിൽ നിന്നൊക്കെ സോൾജേഴ്സിനെ പുൾ ബാക്ക് ചെയ്യാണ്, വാർ അവസാനിപ്പിക്കുകയാണ്. എങ്ങനെയും പുള്ളിക്ക് നോബൽ പ്രൈസ് വേണം. അതിനു വേണ്ടി എന്തും ചെയ്യുന്നതാണ്. അത് ചെയ്യുന്നതാണോ? നിങ്ങൾ ഈ വീഡിയോ കണ്ടു നോക്കൂ. President Trump looked at the Taliban leader and said this: I want to leave Afghanistan, but it's going to be a conditions-based withdrawal. And translator translated. And he said, if you harm a hair on a single American, I'm going to kill you. And the translator goes, and Trump goes, tell him. Yes. Tell him what I said. Tell him what I said. Reached in his pocket, pulled out a satellite photo of the leader of the Taliban's home and handed it to him. Shut up. Got up and walked out the room. Sure did. Do you know for 18 months not a single American was killed in Afghanistan? ഇതിൽ ഇദ്ദേഹം പറയുന്നത് കേട്ടാ, അഫ്ഗാനിസ്ഥാനിലെ നേതാവിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇത്ര, ഞാൻ ആൾക്കാരെ ഇവിടുന്ന് സോൾജേഴ്സിന് മുഴുവൻ പുൾ ബാക്ക് ചെയ്യാൻ പോണ്, ഒരു അമേരിക്കക്കാരനെ തൊട്ടാൽ പപ്പടാക്കുന്നു. എന്നിട്ട് പുള്ളി എന്താ ചെയ്തത്? പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തിട്ട് ആ നേതാവിന്റെ വീടിന്റെ സാറ്റലൈറ്റ് ഫോട്ടോ കാണിച്ചു കൊടുത്തു. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അതായത് നിങ്ങൾ എവിടെ താമസിക്കണമെന്ന് എനിക്കറിയാന്ന്, ഒരു ബോംബ് മതി. ഏത് അക്രമമാണ്? എന്നിട്ടാ പറഞ്ഞ നോബൽ പീസ് പ്രൈസ് വേണമെന്നുള്ളത്. ഏത് അഫ്ഗാനിസ്ഥാനിലെ നേതാവിനെ കൊല്ലുന്ന ഭീഷണിപ്പെടുത്തുന്ന ആൾക്ക് നോബൽ പ്രൈസ് വേണമെന്ന്. ഇന്ന് അവിടെ നിർത്തുന്നുണ്ടോ? അവിടെയും ഇല്ല. നിങ്ങൾ ഈ അടുത്ത വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. The news conference following the collapse of the Hanoi summit, President Trump revealed a promise that Kim Jong-un made to him. Kim promised me last night is regardless, he's not going to do testing of rockets and nuclear, not going to do testing. So പുള്ളി എന്നിട്ട് അവിടെ നിർത്തിയില്ല. എബ്രഹാം അക്കൗണ്ട് സൈനിപ്പിച്ചു. ആരൊക്കെ സൈൻ ചെയ്തത്? ഇസ്രയേൽ, UAE, ബഹ്റൈൻ. 2 years ago, the Abraham Accords were signed on September 15, 2020. It brought historic peace between Israel, the UAE, and Bahrain, encouraging Morocco and Sudan to normalize relations with Israel as well. The Accords brought historic peace to the region, bringing the Abrahamic faiths together, Jews, Christians, and Muslims. And of course, big thanks to President Trump, who played an important role in brokering the agreement. ഞാനൊക്കെ ദുബായിൽ താമസിക്കുമ്പോ ഇസ്രയേലിൽ പോയിട്ട് ഒരു പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ഉണ്ടെങ്കിൽ ഒരു GCC കൺട്രിയിൽ എൻട്രി കിട്ടില്ല. അങ്ങനെയുള്ള സമയത്താണ് ട്രംപ് പോയിട്ട് അവരെ കൊണ്ടൊക്കെ പീസ് ഡീൽ സൈൻ ചെയ്യിപ്പിക്കുന്നത്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? എന്നിട്ട് പുള്ളിക്ക് എന്തിനാ ഇതൊക്കെ ചെയ്യണം? വെറുതെ ഒരു നോബൽ പ്രൈസിന് വേണ്ടിയിട്ട്. എന്നിട്ട് പറയണേ എനിക്ക് നോബൽ പ്രൈസ് വേണം, എനിക്ക് നോബൽ പ്രൈസ് വേണമെന്ന്. എന്നാ ഫസ്റ്റ് ടൈം കഴിഞ്ഞു, അത് കഴിഞ്ഞു, നമ്മൾ രക്ഷപ്പെട്ടു, നോബൽ പ്രൈസ് ഒന്നും കൊടുക്കേണ്ടി വന്നില്ല. എങ്ങനെയോ തട്ടി മറിച്ച് നമ്മൾ മുന്നിലേക്ക് പോന്നു. ഇതിപ്പോ രണ്ടാമത്തെ ടേം വീണ്ടും തുടങ്ങി. ഈ പ്രാവശ്യം അതിനും വലിയ അക്രമമാണ്. പറഞ്ഞാൽ പറ്റില്ല, ഇങ്ങനെ വെറുതെ പീസ് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നാട്ടിൽ മുഴുവൻ. ഇനി അടുത്തത് ഈ വീഡിയോ കണ്ടു നോക്കൂ നിങ്ങൾ. With a major development towards ending a decades-long conflict. The Democratic Republic of the Congo and Rwanda signed a peace agreement in Washington today. The Trump administration mediated the deal. നിങ്ങൾ കണ്ടില്ലേ, 30 കൊല്ലായിട്ട് റുവാണ്ടയും DRC, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ തമ്മിൽ യുദ്ധമാണ്. 30 കൊല്ലായിട്ട് 6 മില്യൺ ആൾക്കാരെ മരിച്ചത്. പക്ഷെ സാധാരണക്കാരനല്ല കേട്ടാ, ആഫ്രിക്കൻസ് ആണ്. ഈ ട്രംപിന് വല്ല കാര്യം ഉണ്ടാ? 6 മില്യൺ ആഫ്രിക്കൻസ് മരിച്ചിട്ട് ട്രംപിന് അവിടെയും പീസ് ഉണ്ടാക്കാൻ നോക്കുകയാണ്. നിന്നിട്ട് പീസ് സൈൻ ചെയ്യിപ്പിച്ചു. 30 കൊല്ലത്തിന് ശേഷം ഒരു അമേരിക്കൻ പ്രസിഡന്റും ഒരു വേൾഡ് ലീഡറും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഏത് 6 മില്യൺ 60 ലക്ഷം ആൾക്കാരെ മരിച്ചത് 30 കൊല്ലത്തിനിടയ്ക്ക്. ട്രംപ് ആവശ്യമില്ലാണ്ട് ഇവിടെ നിർത്തി. ഇനിയിപ്പോൾ ആൾക്കാർക്ക് മരിക്കാൻ പറ്റുമോ? നോബൽ പീസ് പ്രൈസ് വേണമെന്നുള്ളതാണ് മാത്രമേ ഉള്ളൂ. ഇനി അതിനും പുറമെ നിങ്ങൾ ഈ അടുത്ത വീഡിയോ കണ്ടു നോക്കൂ.
Trump sits down with Azerbaijan and Armenia and brokers a deal. Do you realize nobody thought this was possible? And then this is what takes place. Rob, go ahead and play this clip. This is impossible. The President of the Republic of Azerbaijan and the Prime Minister of the Republic of Armenia will now sign the joint declaration on the outcomes of the Trump Route for International Peace and Prosperity Summit. I love that. Look, do you know how big of a deal this is? Is the media going to give him the credit that he deserves? നിങ്ങൾ ഈ വീഡിയോ ഉണ്ടല്ലോ, PBD പാട്രിക് ബെഡേവിഡ് പറഞ്ഞു കേട്ടില്ലേ? അസർബൈജാനില് ഉള്ള ആൾക്കാർ അർമേനിയൻസിനെ ഇങ്ങനെ ടപ്പ് 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 എന്ന് വെട്ടി കൊന്നുകൊണ്ടിരിക്കുന്നു. അസർബൈജാനിൽ മുഴുവൻ മുസ്ലിംസും അർമേനിയയിൽ ക്രിസ്ത്യൻസും ആണ്. അവിടെയും ട്രംപ് പോയിട്ട് ഇടപെട്ടു, അവിടെയും അവരെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചു. ട്രംപിന് ഒരു പണിയില്ലേ? നോബൽ പ്രൈസ് കിട്ടാൻ വേണ്ടി ട്രംപ് എന്തും ചെയ്യും. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഇടപെടേണ്ട വല്ല കാര്യം ഉണ്ടാ? എന്തെങ്കിലും കാര്യം ഉണ്ടാ? PBDക്ക് ഒരു സംശയം, മീഡിയ ക്രെഡിറ്റ് കൊടുക്കുന്നു. മീഡിയ ക്രെഡിറ്റ് കൊടുക്കേ? ക്രെഡിറ്റ് അങ്ങനെ കൊടുത്താൽ നോബൽ പ്രൈസ് കിട്ടില്ലേ? നമ്മൾ ഇരിക്കുമ്പോൾ ട്രംപിന് നോബൽ പ്രൈസ് കിട്ടാൻ പാടില്ല. അത് മീഡിയക്കൊക്കെ ഭയങ്കര നിർബന്ധമാണ്. അത് ഇനി PBD അല്ല, ആരെ തല കുത്തിന്നിട്ടും കാര്യമില്ല. ട്രംപിന് നോബൽ പ്രൈസ് കൊടുക്കുന്ന പ്രശ്നമില്ല. എന്നാ അവിടെ നിർത്തുന്നില്ല പുള്ളി. ഇനി അടുത്ത വീഡിയോ കണ്ടു നോക്കൂ. I asked my people, I said, how are we doing with Cambodia and how are we doing with Thailand? And they say they're going to be coming in at some point to talk. I said, well, let's call them right now. So I called the prime ministers of each. And I said, we're not going to make a trade deal unless you settle the war. A lot of people are killed, you know that. ഇങ്ങനത്തെ ഒരു ബുള്ളീനെ ലോകത്തിൽ കാണില്ല. ആവശ്യമില്ലാണ്ട് തായ്ലൻഡിന്റെയും കംബോഡിയയുടെയും കാര്യത്തിൽ ഇടപെടുകയാണ്. അവരവിടെ അതിർത്തിയിൽ കുറച്ച് യുദ്ധമൊക്കെ ഉണ്ടെങ്കിൽ ട്രംപിന് എന്താ പ്രശ്നം? ഒരു നിലയ്ക്കും ട്രംപിനെ എഫക്ട് ചെയ്യുന്നില്ല, അമേരിക്കനെ എഫക്ട് ചെയ്യുന്നില്ല. അവരെ വിളിച്ച് ഭീഷണിപ്പെടുത്തിരിക്കുകയാണ്. ഞങ്ങൾ നിങ്ങളുടെ മുകളിൽ ടാരിഫ് ഏർപ്പെടും എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടാ? എന്നിട്ട് അവരെ വിളിച്ച് പറഞ്ഞിട്ട് പീസ് സൈൻ ചെയ്യിപ്പിച്ചു, ഭീഷണിപ്പെടുത്തിയിട്ട്. ഇങ്ങനെ നോബൽ പ്രൈസിന് വേണ്ടി കണ്ണി കണ്ട് ചെയ്യുന്ന ഒരു നേതാവിനെ ലോകത്തിലെ വീണ്ടും കാണില്ല. നിങ്ങൾ ഈ അടുത്ത വീഡിയോ കണ്ടു നോക്കൂ. Dear Mr. President Trump, we are standing here today with hearts full of appreciations for your instrumental role in bringing about the recent ceasefire between Cambodia and Thailand. കണ്ടില്ലേ, കംബോഡിയയിലെ ആൾക്കാർ ട്രംപിനോട് വെറുതെ നന്ദി പറയാണ്. ഒരാവശ്യമില്ല. കാരണം നിങ്ങൾക്ക് ഒരു സത്യാവസ്ഥ അറിയൂ, കംബോഡിയയുടെ ജനസംഖ്യ 17 മില്യണും തായ്ലൻഡിന്റെ ജനസംഖ്യ 71 മില്യണുമാണ്. ഈ തായ്ലൻഡിലാണെങ്കിൽ ഭയങ്കര അടിപൊളി എയർഫോഴ്സ് ഉണ്ട്, കംബോഡിയക്കൊന്നുമില്ല. അവര് ബോംബിട്ട് കംബോഡിയനെ പപ്പടാക്കാണ്. ഈ ട്രംപ് ഇതിൽ ഇടപെടേണ്ട വല്ല കാര്യം ഉണ്ടാ? ഇതിപ്പോ നമുക്കിതിൽ ഒരു കാര്യമില്ല. ഇതിപ്പോ ഒരു നിലയ്ക്കും ഇന്ത്യക്കാരെ എഫക്ട് ചെയ്യുന്നില്ല, ലോകത്തിൽ ആരും എഫക്ട് ചെയ്യുന്നില്ല. പക്ഷെ ട്രംപിന് നോബൽ പ്രൈസ് കിട്ടാൻ വേണ്ടി എന്തും ചെയ്യും. അവിടെയും പുള്ളി പോയി പീസ് ഉണ്ടായി. ഒരു രക്ഷയില്ല, പുള്ളി കൊണ്ട് തോറ്റു, ഒരു നിവൃത്തിയില്ല. ഇനിയിപ്പോ നമ്മൾ ആദ്യം DRCയും റുവാണ്ട പറഞ്ഞു, പിന്നെ നമ്മൾ പറഞ്ഞത് അർമേനിയ അസർബൈജാൻ, പിന്നെ നമ്മൾ പറഞ്ഞത് തായ്ലൻഡ് കംബോഡിയ. ഇനി അവിടെ നിർത്തുന്നുണ്ടോ? അവിടെ നിർത്തുന്നില്ല. ഇനി നിങ്ങൾ അടുത്ത വീട്ടിൽ നിന്ന് കണ്ടു നോക്കൂ. A short time ago, the U.S. military carried out massive precision strikes on the 3 key nuclear facilities in the Iranian regime, Fordow, Natanz, and Esfahan. Iran's key nuclear enrichment facilities have been completely and totally obliterated. Iran, the bully of the Middle East, must now make peace. നിങ്ങൾ കണ്ടില്ലേ, ഒരു ആവശ്യമില്ലാണ്ട് ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റി മുഴുവൻ ബോംബിട്ട് തകർത്തു. ഇറാൻ അവിടെ അമേരിക്കയിൽ നിന്ന് ഒരുപാട് ദൂരം നെയ്ബേഴ്സിനെ തോണ്ടിയും മാന്തിക്ക് ജീവിക്കുകയാണ്. വല്ല കാര്യം ഉണ്ടാ? ഇറാന് ന്യൂക്ലിയർ ഫെസിലിറ്റി വേണ്ടെന്നുള്ളത് സൗദി അറേബ്യക്ക് ആവശ്യമാണ്, UAEക്ക് ആവശ്യമാണ്. ട്രംപിന് ഇതൊക്കെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യം എന്താണ്? അത് ആ ന്യൂക്ലിയർ ഫെസിലിറ്റി തകർത്തിട്ട് മിഡിൽ ഈസ്റ്റിൽ പീസ് ഉണ്ടാക്കേണ്ട കാര്യം വല്ല ആവശ്യമുണ്ടോ ട്രംപിന്? അതും നോബൽ പ്രൈസിന് വേണ്ടിയിട്ടാണ്. അതും ഇറാനെ പുള്ളി എന്ന് വിളിക്കുന്നത്. ആരെ പുള്ളി? ട്രംപ പുള്ളി, ഇറാനെ പുള്ളി. ഇറാൻ പുള്ളി ചെയ്യുന്ന ചെറിയ ചെറിയ ആൾക്കാരെ. ട്രംപ് ലോകത്തിലെ എല്ലാവരും പുള്ളി ചെയ്യണം. എന്നിട്ട് പുള്ളിക്ക് നോബൽ പ്രൈസ് വേണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, തീരെ ശരിയല്ല. പുള്ളിയുടെ എല്ലാ പരിപാടിയും എങ്ങനെയാണ്? എന്നിട്ട് പുള്ളി പറഞ്ഞു ഞാൻ പീസിന്റെ ആളാന്നാണ്. ഇനി അടുത്ത വീഡിയോ കണ്ടു നോക്കൂ. Israel, as soon as we made the deal, they came out and they dropped a load of bombs, the likes of which I've never seen before. The biggest load that we've seen. I'm not happy with Israel. You know, when I say, okay, now you have 12 hours, you don't go out in the first hour and just drop everything you have on them. So I'm not happy with them. I'm not happy with Iran either. But we basically have two countries that have been fighting so long and so hard that they don't know what the they're doing. Do you understand that? ഇതന്നെ താപ്പെന്ന് കണ്ടിട്ട് ഇസ്രയേൽ കയറി ഇറാനെ പടയ്ക്കാൻ നോക്കി. അപ്പൊ പുള്ളിയുടെ ഭാവം മാറി കണ്ടില്ലേ? അതുവരെ ഇസ്രയേലിന്റെ അടുത്ത് നിങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ടാണ്, നിങ്ങൾക്ക് ഞാനാണ് വെപ്പൺ തരുന്നത്, നിങ്ങൾക്ക് എന്ത് വേണം ചെയ്യാം,
ആദ്യമായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് എഫ് ബോംബ് ഡ്രോപ്പ് ചെയ്തു. ഏത് 2 രാജ്യക്കാരെയും. ആള് പറഞ്ഞു ഞാൻ 12 മണിക്കൂർ സമയം കൊടുത്തോണ്ട് വെച്ചിട്ട് ഇസ്രായേലിൽ പോയിട്ട് ബോംബ് ചെയ്യാൻ ആവശ്യമില്ലാണ്ട് ആൾക്കാരെ കൊല്ലാണ്. ആൾക്കാരെ കൊല്ലാൻ പാടില്ല എന്നാ പറഞ്ഞത്. എന്തെന്നാ പറയാ, അത് ഇറാനിയൻസിലല്ലേ കൊല്ലണത്. അതൊന്നും ട്രംപിനില്ല. ഇറാനിയനായാലും കുഴപ്പമില്ല, ഇസ്രായേലായാലും കുഴപ്പമില്ല, ആൾക്കാർ മരിക്കാൻ പാടില്ല. ഇങ്ങനെ ഒരു പ്രസിഡന്റിനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാകും? അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറയുന്നത് നാണമാണ്. ഇതൊക്കെ ഒരു നോബൽ പ്രൈസിന് വേണ്ടിയിട്ട് മാത്രം. ഇങ്ങനത്തെ ഒരാളെ ലോകത്തിൽ കാണില്ല. നിങ്ങൾ ഈ അടുത്ത വീഡിയോ കണ്ടു നോക്കൂ. അത് നമ്മുടെ വീഡിയോ കേട്ടാ, അതായത് ഇന്ത്യ പാകിസ്ഥാൻ വാർ. അതിലും പുള്ളി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നോക്കൂ. പുള്ളിയെ കൊണ്ട് തോറ്റു. ഈ അടുത്ത ശാഖർ ഗുപ്തയുടെ ഈ 2-3 വീഡിയോ നിങ്ങൾ കണ്ടു നോക്കൂ. So what I'm going to do today is just go over the various key development interventions in the sense of the Indian side saying something, Pakistani side saying something, the Americans are saying something. I will start therefore at 4 minutes past 1 o'clock early morning on the 7th. This is the night of 6th and 7th of May. So 1:04 a.m., that is when Rajnath Singh, the defense minister, told parliament the Indian operation to strike Pakistani terror bases started. In 22 minutes, that operation was over. ശേഖർ ഗുപ്ത പറഞ്ഞത് കേട്ടോ? അദ്ദേഹം പറഞ്ഞത് മെയ് 7-ാം തീയതി 1 മണി കഴിഞ്ഞ് 4 മിനിറ്റിനാണ് നമ്മൾ ഇന്ത്യക്കാർ പോയിട്ട് പാകിസ്ഥാനിലെ ടെററിസ്റ്റ് ക്യാമ്പ് അടിച്ച് പപ്പടാക്കിയത്. അത് 22 മിനിറ്റ് കൊണ്ട് പണി മുഴുവൻ കഴിഞ്ഞു. അവിടെ പോയി എല്ലാ ടെററിസ്റ്റ് ക്യാമ്പും പപ്പടാക്കിയിട്ട് തിരിച്ചു വന്നു. നമ്മള് ഒന്ന് ആലോചിച്ച് പോയി 22 മിനിറ്റ്. എന്നാൽ തമാശ അതല്ല, തമാശ അടുത്ത വീഡിയോ ആണ്. We've obviously been in close contact with our friends in India and Pakistan. Our hope here is that India responds to this terrorist attack in a way that doesn't lead to a broader regional conflict. And we hope, frankly, that Pakistan, to the extent that they're responsible, cooperates with India to make sure that the terrorists, sometimes operating in their territory, are hunted down and dealt with. That's how we hope this unfolds. We're obviously in close contact. We'll see what happens. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞത് കേട്ടോ നിങ്ങൾ? JD വാൻസ് ആരാണ്? ട്രംപിന്റെ വലങ്കൈ. ട്രംപ് പറയുന്നതാണ് പുള്ളി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇന്ത്യക്കാരായിട്ടും പാകിസ്ഥാനായിട്ടും നല്ല കോണ്ടാക്റ്റിലാണ്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇന്ത്യ പോയിട്ട് പാകിസ്ഥാനിൽ പോയിട്ട് ടെററിസ്റ്റ് ക്യാമ്പുകൾ അടിച്ച് പപ്പടാക്കും. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പും പാകിസ്ഥാൻ ചെയ്തു തരുന്നതാണ്. അതിന്റെ അർത്ഥം മനസ്സിലായ? അതായത് പാകിസ്ഥാനിൽ പോയിട്ട് ടെററിസ്റ്റുകളെ കൊല്ലാൻ പറയാണ് നമ്മളെടുത്ത്. ഏത് ആൾക്കാരെ കൊല്ലാനേ? ടെററിസ്റ്റ് ആയാലും സാധാരണക്കാരായാലും ജീവൻ പോണ ജീവനല്ലേ? ഇതൊക്കെ പറഞ്ഞേ ഈ ആൾക്കാരെ കൊല്ലിക്കുന്ന പ്രസിഡന്റിന് നോബൽ പ്രൈസ് വേണമെന്നാ പറഞ്ഞു. ഡൊണാൾഡ് ട്രംപിന് നോബൽ പ്രൈസ് വേണം. എന്താ ചെയ്യുക? ഇനി അടുത്ത വീഡിയോ കണ്ടു നോക്കുമ്പോൾ എന്തുണ്ടാവണമെന്ന്. At 12:30 a.m., which brings us to 8th of May now. 12:30 a.m., Donald Trump spoke. Donald Trump said, these two sides are going tit for tat. I get along with both. And if I can do anything to help, I will be there. നിങ്ങൾ ആ വീഡിയോ കണ്ടല്ലോ? നമ്മൾ യുദ്ധം സ്റ്റാർട്ട് ചെയ്യുന്നത് 7-ാം തീയതി പുലർച്ചെ 1 മണി കഴിഞ്ഞ് 4 മിനിറ്റുള്ളപ്പോഴാണ്. 8-ാം തീയതി 12:30 രാത്രി, അതായത് പുലർച്ചെ തന്നെ 8-ാം തീയതി പുലർച്ചെ 24 മണിക്കൂറായി. അപ്പോഴേക്കും ട്രംപിന് ഇരിക്കെ പൊറുതിയില്ല. ട്രംപ് പറഞ്ഞത് എനിക്ക് പാകിസ്ഥാനി ഇന്ത്യന് നല്ലപോലെ അറിയാം, ഞാൻ വേണമെങ്കിൽ പീസ് ഉണ്ടാക്കാന്ന് പറഞ്ഞു പുള്ളി. വല്ല ആവശ്യമുണ്ടോ? നോബൽ പ്രൈസിന്റെ എന്തെങ്കിലും ഇടപെടണമെന്നാ പുള്ളി പറഞ്ഞത്. At 7:30 p.m., Marco Rubio, the U.S. Secretary of State, we are on the 8th now, called Shehbaz Sharif. Rubio said in his State Department readout that there is need for India and Pakistan to work closely to de-escalate. അത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്, നമ്മുടെ ഫോറിൻ മിനിസ്റ്റർ, അവരുടെ മാർക്ക് റൂബിയോ, നമ്മുടെ വൈകുന്നേരം 7:30 പുള്ളി ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കട്ടാ. അതിനിടയിൽ പുള്ളി പാകിസ്ഥാനെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു പരിപ്പോടെ കിട്ടുമെന്ന്. പരിപ്പോടി യുദ്ധം നടക്കുമ്പോ പാകിസ്ഥാന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് പരിപ്പോടെ കിട്ടുമെന്ന്. വല്ല ആവശ്യമുണ്ടോ? ഇന്ത്യയും പാകിസ്ഥാന്റെ യുദ്ധം അങ്ങോട്ട് കൊണ്ട് മിസൈൽ അയക്കാണ്. അപ്പോഴാണ് അമേരിക്കയിൽ ട്രംപിന് പരിപ്പോഴാണെന്ന് പറഞ്ഞത്. അത് ചോദിക്കുന്ന ആരാ? ഫോറിൻ മിനിസ്റ്റർ. ഇനി നിങ്ങൾ ഈ അടുത്ത വീഡിയോ കണ്ടു നോക്കൂ. Now, while the fighting is going on, diplomacy is also going on. At 8:45 a.m. on the 10th, so he calls Munir now. He's already spoken with Ishaq Dar and with Shehbaz Sharif. Now he calls General Munir. നിങ്ങൾ കണ്ടില്ലേ? തലേദിവസം രാത്രി വിളിച്ച് പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ ഷഹബാസ് ഷെരീഫ് പരിപ്പടണമെന്ന് പറഞ്ഞു. പരിപ്പട കിട്ടിയില്ല. അപ്പൊ പുള്ളിക്ക് മനസ്സിലായി, മാർക്കോ റൂബിന് മനസ്സിലായി അവിടെ അധികാരത്തിലിരിക്കുന്ന പ്രൈം മിനിസ്റ്റർ ഒന്നല്ല, ആർമി ചീഫാന്ന്. പിറ്റേ ദിവസം കാലത്ത് നേരം വിളിക്കുമ്പോഴേക്കും വീണ്ടും വിളിക്കാണ്. ഈ പ്രാവശ്യം ആസിം മുനീറിനെയാണ്. കാരണം മാർക്കോ റൂബിന് മനസ്സിലായി പാകിസ്ഥാന്റെ അണ്ണ ചെയ്യുന്നത് പ്രൈം മിനിസ്റ്റർ അല്ല, ആർമി ചീഫാണ്. പുള്ളിയോട് പറയുന്നത് പ്ലീസ് പരിപ്പോട് ചോദിച്ചല്ലോ, കിട്ടിയില്ലല്ലോ. അപ്പോ ആസിമുയും പറയുന്നുണ്ട് നിവൃത്തിയില്ല, ഞങ്ങളുടെ പരിപ്പ് ഇന്ത്യ എടുത്തോണ്ടിരിക്കുകയാണ്, ഇപ്പൊ ഞങ്ങളുടെ പരിപ്പൊന്നും എടുക്കാനില്ല, പരിപ്പോട് ഉണ്ടാക്കാൻ ഒരു നിവൃത്തിയില്ല എന്ന് പറഞ്ഞു ആസിമുനിയും. പക്ഷെ മാർക്കോ റൂബിയോ വിടുന്നില്ല, പിന്നാലെ കൂടിയിരിക്കുകയാണ്.
പരിപ്പോടെ വേണം ഇപ്പൊ വേണം പരിപ്പോടെ എന്നാണ്. ഈ ഇന്ത്യൻ പാകിസ്ഥാൻ യുദ്ധം നടക്കാനൊന്നും പുള്ളിക്ക് മനസ്സിലാവണില്ല. നിങ്ങൾ ഈ അടുത്ത വീഡിയോ കണ്ടു നോക്കൂ. By 9:30 a.m., it looks like there is a request from the Pakistani side, and maybe at this point, ceasefire is being requested. നിങ്ങൾ കണ്ടില്ലേ, മാർക്കോ റൂബിയോന്റെ ശല്യം സഹിക്കാണ്ട് 9:30 ആകുമ്പോഴേക്കും അവർ നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു, പ്ലീസ് ഞങ്ങളുടെ പരിപ്പ് എടുക്കരുത്. അമേരിക്കക്കാർ പരിപ്പ് അവിടെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾക്ക് പരിപ്പോടെ കണ്ട് പറ്റില്ല. പക്ഷെ ഇന്ത്യക്കാർ കേൾക്കാനുള്ള ഉദ്ദേശമില്ല. നിങ്ങൾ അടുത്ത വീഡിയോ കണ്ടു നോക്കൂ. At 10:20 a.m., now Rubio calls Isaac Dar on the other side. മാർക്കോ റൂബിയോക്ക് ഇരിപ്പറക്കുന്നില്ല. പുള്ളി വീണ്ടും അവരെ വിളിക്കുകയാണ് പാകിസ്ഥാനിലേക്ക്. എവിടെ പരിപ്പോടാ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവസാനം പാകിസ്ഥാൻ പറഞ്ഞു, ഞങ്ങൾ ഇന്ത്യയോട് പറയുന്നത് ഞങ്ങളുടെ പരിപ്പ് എടുക്കരുത്, ദയവ് ചെയ്ത് എടുക്കരുത്. ഇന്ത്യക്കാർ കൂട്ടാക്കണില്ല. അപ്പോൾ മാർക്കോ റൂബിയോ പറഞ്ഞു, ഞാൻ ചോദിക്കട്ടെ ഇന്ത്യക്കാരുടെ അടുത്തുനിന്ന്. എന്നിട്ട് ഈ വീഡിയോ കണ്ടു നോക്കൂ. At 11:40 now, Rubio calls Jaishankar because Americans are also getting frantic now. It was a very busy day for Rubio as well. കണ്ട 11:00 നമ്മുടെ ജയശങ്കറെ വിളിച്ചു. ശ്രീ ജയശങ്കർ വിളിച്ചിട്ട് മാർക്കോ റൂബിയോ പറഞ്ഞു, നിങ്ങൾ എന്താ പരിപ്പ് കൊടുക്കാത്ത പാകിസ്ഥാന്? നിങ്ങളിങ്ങനെ പരിപ്പ് എടുത്താൽ എങ്ങനെ ശരിയാവുക? അത് ശരിയല്ല എന്ന് പറഞ്ഞു ജയശങ്കർ അടുത്ത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. നിങ്ങൾ അടുത്ത വീഡിയോ കണ്ടു നോക്കൂ. There at 12:37, India got an approach from the Pakistani High Commission in Delhi that Pakistani DGMO wanted to talk to the Indian DGMO, because what India was telling the Americans was, Rubio was, that look, we had said on the morning of the 7th that we don't want to escalate. We've carried out our attacks on terrorist sites. We have no fight with the Pakistani military. We were quite happy to close the chapter there. It's the Pakistanis who decided to drag it on. So if they want ceasefire, they have to call and ask for ceasefire. Those negotiations were going on. നിങ്ങൾ കണ്ടില്ലേ, ഒരു 12 ആയപ്പോഴേക്കും വീണ്ടും ഹൈക്കമ്മീഷൻ ഒന്ന് കോൾ വന്നു. എന്താണ് പരിപ്പ് കിട്ടിയില്ലല്ലോ? അമേരിക്കക്കാരും വിളിച്ചു ചോദിച്ചു. അപ്പൊ നമ്മൾ ഇന്ത്യക്കാർ തുടക്കത്തിൽ അമേരിക്കർ വന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ഈ പരിപ്പ് എടുക്കുന്നത് ടെററിസ്റ്റുകളുടെ മാത്രമാണ്, പാകിസ്ഥാൻ ആർമിയുടെ പരിപ്പ് നമുക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഞങ്ങൾ പരിപ്പ് കൊടുക്കുന്ന നിർത്തി. ഇനി പാകിസ്ഥാനിൽ നിങ്ങളുടെ ഒരു റിക്വസ്റ്റ് വന്നാൽ മാത്രം ഞങ്ങൾ പരിപ്പ് കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ പരിപ്പ് കൊടുക്കാണ്ടിരുന്നത്. അപ്പൊ പാകിസ്ഥാനി ആർമി റിക്വസ്റ്റ് ചെയ്യണമെങ്കിൽ ഞങ്ങൾ പരിപ്പ് കൊടുക്കാം, പക്ഷെ അത് പാകിസ്ഥാൻ ആർമിക്ക് കൊടുക്കുള്ളൂ. ടെററിസ്റ്റിന്റെ പരിപ്പ് നമ്മൾ എടുത്തു കഴിഞ്ഞു, നമുക്ക് പാകിസ്ഥാൻ ആർമിയുടെ പരിപ്പ് എടുക്കാൻ യാതൊരു താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഇനി നിങ്ങൾ അടുത്ത വീഡിയോ നോക്കൂ. 12:37, Pakistan High Commission asked for a call again, and then at 3:30 this call took place. At 3:30 the two sides decided on the ceasefire. This is the story. However, neither the Indian side nor the Pakistani side announced after this call that they had agreed on a ceasefire. And that is the time Donald Trump made use of, because it was in that period that he put out his tweet saying both sides have agreed on an immediate ceasefire, as if he had made it possible. ഫൈനലി 3:30 ആയപ്പോഴേക്കും നമ്മൾ ഇന്ത്യക്കാര് പാകിസ്ഥാന് പരിപ്പിന് എടുക്കില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് കൊടുക്കാനുള്ള പരിപ്പ് അവർ കൊടുക്കുകയും ചെയ്തു, ഒരു പ്രോബ്ലം ഇല്ലാണ്ട്. പരിപ്പ് കിട്ടിയ വഴിക്ക് പാകിസ്ഥാൻ പരിപ്പുട ഉണ്ടാക്കിയിട്ട് ട്രംപിന് കൊടുത്തു. പക്ഷെ നമ്മളോ പാകിസ്ഥാനോ പറഞ്ഞാട്ട് മുമ്പ് ട്രംപ് ഭയങ്കര ഹാപ്പി ആയി. ട്രംപ് പറഞ്ഞു, അയ്യോ എനിക്ക് പരിപ്പുട കിട്ടി, കണ്ട ഞാനാണ് പരിപ്പുട കിട്ടാൻ വേണ്ടി എന്തൊക്കെ കാട്ടിക്കൂട്ടി, ഞാൻ കാരണമാണ് ഈ പരിപ്പുട ഉണ്ടായെന്ന് പറഞ്ഞു. ഇത് നമ്മൾ കേട്ടിട്ടില്ലേ, ഓണത്തിനിടയിൽ പൂട്ടുകച്ചവടം. ഇവിടെ ഇന്ത്യയും പാകിസ്ഥാനും വാറ് നടക്കുമ്പോഴാണ് ട്രംപിന് വേണ്ടത് പരിപ്പുവട. അല്ലാണ്ട് ട്രംപിന് നമ്മുടെ പീസായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. പരിപ്പുവട കിട്ടാൻ വേണ്ടി മാത്രമാണ് മാർക്കോ റൂബിയോ വിളിക്കുന്നുണ്ടായിരുന്നത്, പ്രസിഡന്റ് വാൻസ് വിളിക്കുന്നുണ്ടായിരുന്നത്, ട്രംപ് പറയണത്. ഒരു കാര്യമില്ല. എന്നാൽ തമാശ എന്താണെന്നറിയോ, ഈ പരിപ്പ് നമ്മളെ വിളിച്ച് ചോദിക്കാനായിട്ട് ട്രംപ് $1 ബില്യൺ IMF കൊടുത്തു പാകിസ്ഥാന്. ട്രംപിന്റെ പൈസ ഇഷ്ടംമാതിരിയാണ്. $1 ബില്യൺ പാകിസ്ഥാന് കൊടുത്തപ്പോൾ പാകിസ്ഥാൻ നമ്മളെ വിളിച്ചിട്ട് പരിപ്പ് വേണോട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ട്രംപിന് പരിപ്പോടെ കിട്ടിയത്. അല്ല, നിങ്ങൾക്ക് മനസ്സിലാവുണ്ടല്ലോ. എന്നിട്ട് ട്രംപ് വെറുതെ കിടന്ന് പറഞ്ഞു, ഞാനാണ് പീസ് ഉണ്ടാക്കിയത്, ഞാനാണ് പീസ് ഉണ്ടാക്കിയത്. ഈ നോബൽ പീസ് പ്രൈസിന് വേണ്ടിയിട്ട് ഈ പരിപ്പോടയുടെ കാര്യവും പുള്ളി ഇതിലേക്ക് കൊണ്ടുവരികയാണ്. ഒരു കാര്യമില്ല. സത്യം അതിന്റെ മിണ്ടാണ്ട് നമുക്ക് അതിന്റെ വല്ല കാര്യം ഉണ്ടോ? നമ്മൾ അമേരിക്കക്കാരോട് തുടക്കത്തിലേ പറഞ്ഞിരുന്നു, പാകിസ്ഥാൻ ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾ പരിപ്പെടുക്കൽ നിർത്താമെന്ന്. പാകിസ്ഥാൻ ചോദിക്കാൻ വേണ്ടി ട്രംപ് അവർക്ക് $1 ബില്യൺ കൊടുത്തു. ഇത്ര ഉണ്ടായിട്ടുള്ളൂ. അല്ലാണ്ട് ഇവിടെ ഒരു പീസ് ഡീലിലൊന്നും ട്രംപ് പങ്കെടുത്തിട്ടില്ല. അമേരിക്കക്കെതിരെ യാതൊരു കാര്യമില്ല. അവർ പക്ഷെ യുദ്ധത്തിന്റെ ഇടയിൽ അവർ കുറെ ശല്യപ്പെടുത്തി, ആവശ്യമില്ലാണ്ട് വിളിച്ചിട്ട് പരിപ്പോഴണം. അല്ലാണ്ട് നമ്മൾ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ അവർക്ക് വല്ല കാര്യം ഉണ്ടതിൽ? ഒരു കാര്യമില്ല. ഇനി തമാശ അതല്ല, ഈ ശേഖർ ഗുപ്തയും എനിക്ക് തോന്നുന്നു ട്രംപിന്റെ കൂടിയാണെന്ന്. പക്ഷെ ബലമായ സംശയമുണ്ട്. നിങ്ങൾ ഈ അടുത്ത വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ, ശേഖർ ഗുപ്തയുടെ. The issues of mediation, for example, the government could have handled it simply by acknowledging that in any India-Pakistan crisis post-1987,
Foreign powers have helped by leaning on Pakistan, by drumming sense into their heads. A response like thanking Trump for putting some sense into Pakistan's head, saving Pakistan from self-destruction, would not have hurt the Modi government. ശേഖർ ഗുപ്ത പറഞ്ഞു കേട്ടില്ലേ? അദ്ദേഹം പറഞ്ഞത് അമേരിക്ക ആവശ്യമില്ലാണ്ട് പാകിസ്ഥാന്റെ മുകളിൽ പ്രഷർ ഇട്ടിട്ട് അവരെ കൊണ്ട് നമ്മൾ വിളിപ്പിച്ചാന്ന് പറഞ്ഞത്. അത് മോദി ഗവൺമെന്റ് തുടക്കത്തിൽ തന്നെ പറയുന്നത്. അതെ, ഞങ്ങൾക്ക് ഇതിൽ യാതൊരു കാര്യമില്ല, അമേരിക്ക പാകിസ്ഥാനോട് നമ്മളെ വിളിപ്പിച്ചു, നമ്മൾ ആന്ന് പറഞ്ഞു, യുദ്ധം നിർത്താന്ന് പറഞ്ഞു, പറയേണ്ട കാര്യമുള്ളോ എന്നാണ് ശേഖർ ഗുപ്ത പറയുന്നത്. എന്താ അദ്ദേഹം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അമേരിക്ക ഇടപെട്ടു, അമേരിക്ക പാകിസ്ഥാനെ നമ്മൾ വിളിപ്പിച്ചു എന്ന്. അങ്ങനെ ഇപ്പൊ വീണ്ടും ട്രംപിന് നോബൽ പ്രൈസ് കിട്ടില്ലേ? കണ്ട, ഞാൻ അതാ പറയണത്, ഈ ശേഖർ ഗുപ്തയും ആള് ശരിയല്ല. പുള്ളിയും പറയണത് ട്രംപിന് നോബൽ പ്രൈസ് കൊടുക്കണം എന്നാണ്. പുള്ളി അല്ലെങ്കിൽ ആള് ശരിയല്ല എനിക്ക് പണ്ടേ തോന്നിയിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് ഉറപ്പായി, അല്ലെങ്കിൽ ട്രംപ് ആണ് ഇതിൽ ഇടപെട്ടതെന്ന് പുള്ളി ഒരിക്കലും പറയാൻ പാടില്ല. പ്രത്യേകിച്ച് മോദീനെ ദേഷ്യമുള്ള ഒരാള്. എനിക്കോട്ട് അതുകൊണ്ടാണ് അത് പുള്ളി പറഞ്ഞതെന്ന്. മോദീനെ ദേഷ്യമുള്ളതുകൊണ്ടാണ് പുള്ളി ഇങ്ങനെ പറഞ്ഞത് എനിക്ക് തോന്നുന്നത്. കാരണം മോദിക്ക് ഇട്ട് പണിയാൻ വേണ്ടിയിട്ടാണ് ശേഖർ ഗുപ്ത പറയണത് ട്രംപാണ് വിളിച്ച് മീഡിയേറ്റ് ചെയ്തതെന്ന്. മനസ്സിലായ? ഈ മീഡിയേറ്റ് ചെയ്തെന്നുണ്ടെങ്കിൽ നമ്മൾ വിളിച്ചൊന്നല്ല, പാകിസ്ഥാനെ കൊണ്ട് നമ്മൾ വിളിപ്പിച്ചു. നമ്മളോട് പറഞ്ഞ എന്താണ്? പാകിസ്ഥാൻ വിളിച്ച ഫോൺ എടുക്കണം കേട്ടോ എന്നാണ് ശേഖർ ഗുപ്ത പറയുന്നത്. ട്രംപിന് എങ്ങനെയെങ്കിലും നോബൽ പ്രൈസ് വേണം, അത് മാത്രമല്ല. ഇനിയിപ്പോ അത് കഴിഞ്ഞു, ഇനിയിപ്പോ നടക്കുന്നത് ഇനി അടുത്ത വീഡിയോ കണ്ടു നിങ്ങൾ. I'll give you an update. I'm not happy with what Putin's doing. He's killing a lot of people, and I don't know what the hell happened to Putin. I've known him a long time, always gotten along with him, but he's sending rockets into cities and killing people, and I don't like it at all, okay? We're in the middle of talking, and he's shooting rockets into Kiev and other cities. I don't like it at all. I don't like what Putin is doing, not even a little bit. He's killing people. And something happened to this guy, and I don't like it. ഇപ്പൊ പുള്ളിയുടെ ലേറ്റസ്റ്റ് പെറ്റ് പ്രോജക്ട് ഉക്രൈൻ റഷ്യയാണ്. എങ്ങനെയെങ്കിലും അവിടെ പീസ് ഉണ്ടാക്കണം. പുള്ളി പറഞ്ഞിട്ടില്ലേ, എനിക്ക് പുട്ടിനെ ഇഷ്ടമില്ല, പുട്ടിൻ അവിടെ ആൾക്കാരെ കൊല്ലണോ, ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു, പുള്ളി കൊല്ലുകയാണ്. കൊന്ന പുള്ളിക്ക് എന്താ കുഴപ്പം? റഷ്യ അമേരിക്കയും ശത്രുക്കളല്ലേ? ഇതുവരെയായിട്ട് അങ്ങനെ ഉണ്ടായിരുന്നത്. പക്ഷെ പുള്ളിക്ക് ആൾക്കാരെ കൊല്ലുന്ന ഇഷ്ടമില്ല. ഉക്രൈനിലെ ആൾക്കാർ മരിച്ചാൽ എന്താ, റഷ്യന്റെ ആൾക്കാർ മരിച്ചാൽ എന്താ? ഇതിലൊന്നും ട്രംപിന് വല്ല കാര്യം ഉണ്ടാ? അവരാകെ കൂടി ഉക്രൈനിൽ 40 മില്യൺ ആൾക്കാരും റഷ്യയില് 146 മില്യൺ ആൾക്കാരുണ്ട്. അതായത് രണ്ടും കൂടി 20 കോടിയുടെ അടുത്ത് ആകെ വരുള്ളൂ. ഇതുവരെയായിട്ട് 1 മില്യൺ ആൾക്കാർ മരിച്ചു, 10 ലക്ഷം ആൾക്കാർ മരിച്ചു. പക്ഷെ ട്രംപിന് അത് തീരാണ്ട് പറ്റുന്നില്ല. ഇതുവരെയായിട്ട് ട്രംപ് പറഞ്ഞിരുന്നത് പുടിൻ എന്റെ ഫ്രണ്ടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇപ്പൊ അത് പറ്റില്ല. ഇപ്പൊ പുടിനെ പിടിച്ചിരുത്തുകയാണ്. എങ്ങനെയെങ്കിലും പീസ് വേണം, എനിക്ക് നോബൽ പ്രൈസ് വേണം, എനിക്ക് നോബൽ പ്രൈസ് വേണമെന്ന് മാത്രമേ പറച്ചിലുള്ളൂ. വേറെ ഒരു പറച്ചിലുമില്ല. ഈ നോബൽ പ്രൈസ് കിട്ടാൻ വേണ്ടി എന്തും ചെയ്യണ ഒരു നേതാവിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇങ്ങനെ ഒരാൾ എവിടെയും കാണില്ല. ഞാൻ പറഞ്ഞ ശരിയല്ലേ? അല്ലെങ്കിൽ വല്ല കാര്യന്റെ പുള്ളിക്ക് അവിടെ റഷ്യയിലെ ആൾക്കാർ കല്ലേ ചാവേ ഒക്കെ ചെയ്യാം. ട്രംപ് ഈ നോബൽ പ്രൈസ് കിട്ടാൻ വേണ്ടി ചെയ്തുള്ള വേറൊരു പുലിവാലുണ്ട്. അമേരിക്കയിലെ മെയിൻ ഇൻഡസ്ട്രി എന്താണ്? ആർമമെന്റ് ഇൻഡസ്ട്രിയാണ്. ലോകത്തിലുള്ള ആൾക്കാർക്ക് മുഴുവൻ ആയുധങ്ങൾ വിൽക്കലാണ് അമേരിക്കയുടെ പണി. ട്രംപിലും അത് എക്സ്പെർട്ടാണ്. ട്രംപിനും എല്ലായിടത്തും പ്ലെയിൻ വിൽക്കണം, അത് വിൽക്കണം, ഇത് വിൽക്കണം. പക്ഷെ ആരും ഉപയോഗിക്കാൻ പാടില്ല. എന്താ നമ്മളെന്താ പൊട്ടന്മാരാ? ട്രംപിന്റെ എന്ത് വെപ്പം വാങ്ങിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്? ട്രംപ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് പ്ലെയിൻ വിൽക്കും, യുദ്ധത്തിനുള്ള എല്ലാ സാധനവും വിൽക്കും, പക്ഷെ നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, ഉപയോഗിച്ചാൽ ഞാനത് നിർത്തുന്ന പറഞ്ഞത്. അതെങ്ങനെ ശരിയാവുക? ഞങ്ങൾക്ക് വാങ്ങി ഞങ്ങൾക്ക് ഇഷ്ടം വരെ ചെയ്തൂടെ? ഇപ്പൊ ട്രംപ് ഉക്രൈനോടും പറഞ്ഞതാണ്, എല്ലാവരോടും പറഞ്ഞതാണ്, യുദ്ധം ചെയ്യാൻ പാടില്ല, പക്ഷെ വെപ്പൺസ് നിങ്ങൾ ഞങ്ങളുടെ നിന്ന് വാങ്ങണം, ആൾക്കാരെ കൊല്ലാൻ പാടില്ല. പിന്നെ എന്തിനാ ഈ വെപ്പൺസിനൊരു കാര്യം? പക്ഷെ പുള്ളിയുടെ പേര് അങ്ങനെയാണ് നോബലൈസ് കിട്ടുന്നതാണ്. അതുകൊണ്ട് എന്താ പ്രോബ്ലം എന്ന് അറിയോ? അമേരിക്കയിലെ ഇവിടുത്തെ എല്ലാ കോളീഷ്യന്മാർക്കും ട്രംപിനെ ഭയങ്കര ദേഷ്യമാണ്. അവർക്ക് നോബൽ പ്രൈസിലൊന്നും കാര്യമില്ല, അവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടോ? ട്രംപിന് പൈസയും വേണം, നോബൽ പ്രൈസും വേണം. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, യു കാൻ ഹാവ് ദ കേക്ക് ആൻഡ് ഈറ്റ് ഇറ്റ് ടു. രണ്ടും പറ്റില്ല. ട്രംപിന് രണ്ടും വേണം. അതായത് കേക്ക് വേണം താനും, അത് തിന്നും വേണം. രണ്ടും പറ്റില്ല. ഒന്നിലെ കേക്ക് കയ്യിൽ വേണം, അല്ലെങ്കിൽ കഴിക്കണം. അപ്പൊ ട്രംപിന് ആർമമെന്റ്സിന്റെ സെയിൽ നടത്തും വേണം, എന്നാൽ പീസും വേണം. ഇത് പീസൊന്നുമല്ല, പുള്ളിക്ക് നോബൽ പ്രൈസ് വേണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് പുള്ളി പിന്നാലെ കൂടിയിരിക്കുകയാണ് റഷ്യയുടെ. എങ്ങനെയെങ്കിലും ഒന്ന് സൈൻ ചെയ്യും, പ്ലീസ് പ്ലീസ്. ഇറക്കാണ് ട്രംപ്. ഉക്രൈനോടും ബെഗ്ഗിയാണ്, റഷ്യയോടും ബെഗ്ഗിയാണ്. എങ്ങനെയെങ്കിലും പീസ് വരണം. കാരണം നോബൽ പ്രൈസ് ആണ് ട്രംപിന് ആവശ്യം. റഷ്യക്കാരും മരിക്കേ, ഉക്രൈൻ മരിക്കുക, അതൊന്നും പ്രശ്നമല്ല പുള്ളിക്ക്. നോബൽ പ്രൈസ് ആണെങ്കിൽ ആള് പുള്ളി എന്തും ചെയ്യും. അപ്പൊ അതിനു വേണ്ടി ആള് ഇല്ലാത്ത പണി മുഴുവൻ ചെയ്തോണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ ജെസി വാട്ടേഴ്സ് പറഞ്ഞു കേട്ടു നോക്കൂ. Everybody wants this war to end. They told us Trump was going to start World War III, but he's brokered so many peace deals that he's getting nominated for the Nobel. They're pro-war just because they're anti-Trump. എന്തായി? ട്രംപിനെ ഇപ്പൊ എല്ലാവരും നോബൽ പ്രൈസിന് വേണ്ടി നോമിനേറ്റ് ചെയ്യാണ്. എല്ലാവർക്കും യുദ്ധം അവസാനിക്കണ്ടായിരുന്നു, പക്ഷെ ട്രംപിന് നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള യുദ്ധം ആർക്കും അവസാനിക്കണ്ട. ആ പരിപാടി മാത്രം എടുക്കില്ല. ട്രംപിന് നോബൽ പ്രൈസ് കൊടുക്കണം, പ്രശ്നമില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനി നിങ്ങൾ ഈ
ബിൽമാറിന്റെ വീട് കണ്ടു നോക്കൂ. Do I love everything about Kamala? No. Who told you you get to love everything? Do I wish she came up with a better reason to be president than I'm not Trump? Yeah, it would have been very helpful. But let's not forget, I'm not Trump is still a really great reason. ഈ ബിൽമാർ എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, കമല ഹാരിസിന് വോട്ട് ചെയ്ത ആളാണ്. ഡെമോക്രാറ്റ് പാർട്ടിയുടെ ട്രംപിന്റെ എതിരാളിയാണ്. എന്നിട്ട് പുള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമാലയുടെ ക്വാളിഫിക്കേഷൻ ട്രംപ് അല്ലാന്ന് മാത്രമാണ്, ബാക്കി ഒന്നും വേണ്ടെന്നാണ് പറയുന്നത്. അത്ര ദേഷ്യം ട്രംപിന്. പുള്ളി ഇപ്പൊ പറയുന്ന വീഡിയോ കേട്ടോ, നിങ്ങൾ ലേറ്റസ്റ്റ് വീഡിയോ ആണ് പുള്ളിയുടെ, ഇതൊന്ന് കേട്ടു നോക്കൂ, വിശ്വസിക്കില്ല നിങ്ങൾ. One thing about him that I know, I'm not going to tell you how I know, but a lot of people have seen the same thing. He really does hate war. He really does not like it when people die in war. ബിൽമാർ ഇപ്പൊ പറഞ്ഞു കേട്ടാ, ഈ റിയലി ഹേറ്റ്സ് വാർ. ഇത് ട്രംപിന് യുദ്ധം ഭയങ്കര ദേഷ്യമാണ്. ട്രംപിന് യുദ്ധത്തിൽ ആൾക്കാർ മരിക്കണു ഇഷ്ടമല്ല. ഇങ്ങനത്തെ ഒരാൾക്ക് എങ്ങനെയാ അമേരിക്കൻ പ്രസിഡന്റ് ആവാൻ പറ്റുക? അതിനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടാ? അമേരിക്കൻ പ്രസിഡന്റ് ഇതുവരെയായിട്ട് ആൾക്കാരെ കൊല്ലുകൊണ്ട് കിടക്കുമായിരുന്നു. ഒബാമയാണെങ്കിൽ ഡ്രോൺ കിങ് ആണ്, എല്ലായിടത്തും ഡ്രോൺ കൊണ്ട് ആൾക്കാരെ അടിച്ച് പപ്പടാക്കിയിരുന്നു. ട്രംപ് വന്ന ശേഷം ആൾക്കാരെ കൊല്ലാൻ പാടില്ല, പുള്ളിക്ക് ആൾക്കാരെ കൊല്ലാൻ പാടില്ല. നോബൽ പീസ് പ്രൈസ് എനിക്ക് വേണം, അത് മാത്രം പുള്ളിയുടെ ഒരു ഉദ്ദേശമുള്ളൂ, വേറെ ഒരു ഉദ്ദേശം പുള്ളിക്കില്ല. ഇപ്പൊ ബിൽമാർ വരെ തോറ്റിട്ട് ഇത് പറഞ്ഞ് ആക്സെപ്റ്റ് ചെയ്തു ട്രംപ് ഇങ്ങനെയാണ്. പക്ഷെ നമ്മൾ സമ്മതിക്കില്ല കേട്ടോ. ഇനി അടുത്ത വീട്ടിൽ നിന്ന് കണ്ടു നോക്കൂ. I don't know how many countries have now nominated him for a Nobel Peace Prize. I think it's 8. 8 countries have now nominated this guy for a Nobel Peace Prize for actually creating peace, not just for being black and being a motivational speaker. ഇതുവരെയായിട്ട് PBD പറഞ്ഞത് 8 രാജ്യക്കാരായിട്ടാണ് ട്രംപിനെ നോബൽ പീസ് പ്രൈസിന് നോമിനേറ്റ് ചെയ്തിട്ടുള്ളത്. ഒബാമയുടെ മാതിരി ബ്ലാക്ക് ആൻഡ് കിട്ടിയതൊന്നല്ല, കൺസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു എന്നാണ് പറഞ്ഞത്. ഏത് ഈ പറഞ്ഞ രാജ്യങ്ങളിൽ DRC റുവാണ്ട, അസർബൈജാൻ അർമേനിയ, തായ്ലൻഡ് കംബോഡിയ, ഇസ്രായേൽ ഇറാൻ, പിന്നെ റഷ്യ ഉക്രൈൻ, ഇന്ത്യ പാകിസ്ഥാൻ, എല്ലായിടത്തും പുള്ളി ഇങ്ങനെ പോയിട്ട് പീസ് ഉണ്ടാക്കാൻ നോക്കുകയാണ്. ഒരു ശരിക്കും ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ നമ്മൾ സമ്മതിക്കില്ല കേട്ടോ. അങ്ങനെ എന്ത് വന്നാലും ട്രംപിന് നൊബേൽ പ്രൈസ് പ്രശ്നമില്ല. നിങ്ങൾ ഈ അടുത്ത വീട് കണ്ടു നോക്കോ, ആരാണ്? മലാല യൂസഫ്. On 14th September, in a long thread, Nobel Peace Prize winner Malala Yousafzai wrote about her conversations with students in Kashmir and said she is deeply concerned about the situation. കണ്ടില്ലോ, കാശ്മീരിൽ ആൾക്കാരെ നമ്മൾ ഇന്ത്യക്കാര് പിള്ളേരെ ഉപദ്രവിക്കാന്ന് പറഞ്ഞത്. അങ്ങനത്തെ ആൾക്കാർക്കാണ് നൊബേൽ പ്രൈസ് കിട്ടുന്നത്. ട്രംപിന് ഇങ്ങനെ കൊടുക്കുക? ട്രംപ് അങ്ങനെ വല്ലതും പറയുന്നുണ്ടാ? ട്രംപ് ഇന്ത്യയുടെ വല്ല കാര്യങ്ങളും ഇടപെടുന്നുണ്ടാ? ട്രംപ് പറഞ്ഞു ഞങ്ങൾക്കൊന്നും അറിയണ്ട, നിങ്ങൾ ടെററിസ്റ്റിനെ പപ്പടാക്കിക്കോളെന്നാണ്. അങ്ങനെ ഒരാളെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുക? മലാല യൂസഫ് പറഞ്ഞ മാതിരിയൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ആലോചിക്കായിരുന്നു. ഈ ട്രംപ് ആള് ശരിയല്ല, ഞാൻ പറഞ്ഞതാണ്. ട്രംപ് ആവശ്യമില്ലാണ്ട് ഇന്ത്യയുടെ കാര്യങ്ങളൊന്നും ഇടപെടുന്നില്ല. മലാല യൂസഫിന്റെ മാതിരി കാശ്മീരി ടെററിസ്റ്റുകളെ കൊല്ലാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പിന്നെ കൺസിഡർ ചെയ്യാം. ഇത് ട്രംപ് അതിനൊരു ചാൻസ് തരുന്നില്ല. ട്രംപ് പറഞ്ഞ ടെററിസ്റ്റുകളെ നമ്മൾ പപ്പടാക്കണമെന്നാണ്. നിങ്ങൾ ഈ അടുത്ത വീടുന്ന് കൊണ്ടുപോകും. Here we go. Cambodia, Pakistan, Israel, Armenia, Azerbaijan nominated him for a Nobel Peace Prize. The amount of peer pressure the Nobel Prize organization's gonna get from so many countries, they're going to be forced to give it to this man. നിങ്ങൾ PBD പറഞ്ഞു കേട്ടില്ലേ? ഒരുപാട് രാജ്യക്കാര്, പാകിസ്ഥാൻ, ഇസ്രയേൽ, കംബോഡിയ, ഇങ്ങനെ ഒരു നേരെ രാജ്യങ്ങൾ ഓൾറെഡി ട്രംപിനെ നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. PBD പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർവേജിയൻ നോബൽ പ്രൈസ് ആൾക്കാരുടെ അടുത്ത് ഒരുപാട് പ്രഷറായിരിക്കും ട്രംപിന് നോബൽ പ്രൈസ് കൊടുക്കാൻ എന്ന് പറഞ്ഞത്. പക്ഷെ അങ്ങനെ എളുപ്പത്തിലൊന്നും നടക്കുന്ന കാര്യമല്ല അത്. കാരണം ട്രംപിന് നമ്മൾ ആദ്യത്തെ ടേമിൽ കൊടുത്തിട്ടില്ല, എബ്രഹാം അക്കോർഡ് സൈൻ ചെയ്തിട്ട്. പിന്നെ ഈ ടേമിൽ കൊടുക്കണം, എന്തുവന്നിനും കൊടുക്കില്ല. ഇനി അവർ കൊടുക്കണമെന്ന് വരിക്കുക. നിങ്ങൾ ഈ തംബ്നെയിൽ കണ്ടില്ലേ? ഇത് ശ്രീ ഷാജൻ സെക്രട്ടറി പീരിയഡ് തംബ്നെയിലാണ്. അത് പുടിൻ രാജാവിനെ പോലെ മടങ്ങി, മോദി മൗനം നടിച്ചു, ട്രംപ് മുട്ടിലഴയാണ്. പ്ലീസ് നിങ്ങൾ ഒന്ന് യുദ്ധം നിർത്തൂ, എനിക്ക് നോബൽ പ്രൈസ് വേണം. പുടിൻ രാജാവാണ്, ശരിയാണ്, ആൾക്കാരെ കൊന്നടക്കാണ്. 10 ലക്ഷം ആൾക്കാർ മരിച്ചു കഴിഞ്ഞ യുദ്ധത്തിൽ ഇതുവരെയായിട്ട്, റഷ്യക്കാരും ഉക്രൈനിയൻസും. പക്ഷെ പുടിൻ രാജാവാണ്. എന്തുകൊണ്ടാണ്? ട്രംപിന് നോബൽ പ്രൈസ് കിട്ടാൻ പാടില്ല. മോദിജി മൗനം നടിക്കുകയാണ്. മോദിജിക്ക് ഇതിൽ യാതൊരു കാര്യമില്ല. എന്നാൽ ട്രംപ് എന്താ ചെയ്യുന്നത്? ട്രംപ് മുട്ടിലെഴയാണ്, ക്രോൾ ചെയ്യാണ്, എന്നിട്ട് പറയാണ് ദയവ് ചെയ്ത് യുദ്ധം നിർത്തൂ, പ്ലീസ് എനിക്ക് നോബൽ പ്രൈസ് വേണം, നിങ്ങൾ അതിനു വേണ്ടി നിങ്ങൾ യുദ്ധം നിർത്തൂ. പക്ഷേ ട്രംപിന് അറിയാത്തൊരു സംഭവം ഉണ്ട്. നമ്മൾ ഇന്ത്യക്കാർ 1.4 ബില്യൺ ഇന്ത്യക്കാരുണ്ട്. നമ്മളുടെ അടുത്ത് നിങ്ങൾക്ക് മുട്ടാൻ പറ്റില്ല. ഞങ്ങൾ ഒരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യും, ട്രംപിന് നോബൽ പ്രൈസ് കൊടുക്കാൻ പാടില്ല വന്നിട്ട്. നീ എന്ത് വന്നാലും കൊടുക്കില്ല, തല കുത്തിന്നാലും. ഇപ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പോ റഷ്യയും ഉക്രൈനും കൂടിയിട്ട് ആകെയുള്ള പോപ്പുലേഷൻ 20 കോടിക്ക് താഴെയാണ്. ഇന്ത്യയുടെ പോപ്പുലേഷൻ ഒറ്റയ്ക്ക് 140 കോടിയാണ്.
ആ 20 കോടിയിൽ ഇതുവരെയായിട്ട് മരിച്ചത് 10 ലക്ഷം ആൾക്കാരാണ്. അപ്പൊ നമുക്കൊരു 70 ലക്ഷം ആൾക്കാർ മരിക്കാനുള്ള സ്കോപ്പ് കൊണ്ട് ഒരു യുദ്ധം ചെയ്താല് നമ്മൾ ആ യുദ്ധം ട്രംപ് നിർത്താൻ പാടുള്ളൂ. നമുക്ക് അങ്ങനെ എത്ര ആൾക്കാരെ ജീവൻ കിട്ടി? അതൊക്കെ ഭയങ്കര തെറ്റാണ്. അങ്ങനെയൊന്നും പറയാനേ പാടില്ല. നമ്മൾ എന്ത് വന്നാലും ട്രംപിനെ സപ്പോർട്ട് ചെയ്യില്ല. ട്രംപിന് നൊബേൽ പ്രൈസ് കൊടുക്കാൻ പാടില്ല. അത് കൊടുത്താൽ നമ്മുടെ മലയാളിയുടെ കാര്യം പ്രത്യേകിച്ചും പോക്കാണ്. അതുകൊണ്ട് ഇനി ട്രംപ് മുട്ടിലഴിഞ്ഞിട്ടും കാര്യമില്ല, പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല, കുമ്പസാരിച്ചിട്ടും കാര്യമില്ല, പള്ളിയിൽ നിന്ന് നേരത്തെ നിന്നിട്ടും കാര്യമില്ല, അമ്പലത്തിൽ പോയിട്ടും കാര്യമില്ല. ട്രംപിന് നൊബേൽ പ്രൈസ് കിട്ടുന്ന കേസ് എടുക്കില്ല. നമസ്കാരം.